നമസ്കാരം. 5ാം ചാപ്റ്റർ റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി എന്ന ഭാഗത്തിലെ 3ാമത്തെ ക്ലാസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ആൾറെഡി ഫീൽഡ് വർക്ക് അഥവാ പങ്കാളിത്ത നിരീക്ഷണം, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്താണെന്ന് പഠിച്ചു. ശേഷം സോഷ്യൽ ആന്ത്രപ്പോളജിയിലുള്ള അല്ലെങ്കിൽ സാമൂഹിക നരവംശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കിനെ കുറിച്ചും പഠിച്ചു. അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലെ പാഠഭാഗം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമൂഹശാസ്ത്രത്തിലെ ഫീൽഡ് വർക്ക്. നേരത്തെ പഠിച്ചത് സാമൂഹിക നരവംശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കായിരുന്നു. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ സാമൂഹിക നരവംശാസ്ത്രം, ഇംഗ്ലീഷിൽ സോഷ്യൽ ആന്ത്രപ്പോളജി, field work in social anthropology we already studied, and in that we discussed about the person who introduced field work in social anthropology, that is Bronislaw Malinowski. Malinowski എന്ന് പറയുന്ന സാമൂഹിക നരവംശാസ്ത്രജ്ഞനാണ് ഫീൽഡ് വർക്ക് ഈ ഒരു വിഷയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പങ്കാളിത്ത നിരീക്ഷണം ഈ ഒരു വിഷയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് സാമൂഹിക നരവംശാസ്ത്രത്തിൽ ഫീൽഡ് വർക്ക് ഡെവലപ്പായി വന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യകാലത്ത് ചാരുകസേര പണ്ഡിതന്മാരെന്നറിയപ്പെട്ടിരുന്നു, ആം ചെയർ സ്കോളേഴ്സ് എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. അവർ അവിടെ ഇരുന്നു കൊണ്ട് വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പഠനം നടത്തി. പിന്നെ അത് തെറ്റെന്ന് മനസ്സിലാക്കുന്നു. ദേ റിയലൈസ് ദാറ്റ് the second hand information is not reliable. You have to go and collect first hand information. നേരിട്ട് ചെന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവർ സർവേ നടത്താൻ സ്റ്റാർട്ട് ചെയ്യുന്നു. They started to conduct surveys, and then we studied about the what do you call field works, how a social anthropologist conduct field work. അതിനായിട്ട് ആദ്യം സെൻസസ് നടത്തും എന്ന് പറഞ്ഞു, ഫാമിലി ട്രീ എങ്ങനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞു, കുടുംബ വൃക്ഷം എങ്ങനെ വരയ്ക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ചെയ്യേണ്ടത്. ലാംഗ്വേജ് പഠിക്കണം, ഭാഷ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ അവരുടെ ആഘോഷങ്ങൾ, ഫെസ്റ്റിവൽസ്, റിലീജിയസ് ഈവൻറ്റ്സ്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ, കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻസ്, മോഡ്സ് ഓഫ് ഏർണിങ്, എങ്ങനെയാണ് അവർ പൈസ സമ്പാദിക്കുന്നത്, മോഡ്സ് ഓഫ് ചൈൽഡ് റെയറിങ്, എങ്ങനെ കുട്ടികളെ വളർത്തുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഒരു സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് അഥവാ സാമൂഹിക നരവംശാസ്ത്രജ്ഞന് താല്പര്യമുള്ളത്. അതൊക്കെയാണ് അയാൾ പഠിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിവരങ്ങൾ നൽകുന്ന ആളിനെ നമ്മൾ വിവരദാതാവ് എന്ന് വിളിക്കുന്നു, ഇൻഫോർമൻ്റ് എന്ന് വിളിക്കുന്നു. പണ്ട് കാലത്ത് അവരെ നമ്മൾ പ്രിൻസിപ്പൽ ഇൻഫോർമൻസ്, തദ്ദേശീയ വിവരദാതാവെന്നായിരുന്നു ആദ്യകാലത്തിൽ പറഞ്ഞിരുന്നത്. അതായത് നേറ്റീവ് ഇൻഫോർമൻ്റ് എന്ന് ആദ്യകാലത്ത് വിളിച്ചിരുന്നു. ഇപ്പം നമ്മൾ അവരെ ഇൻഫോർമൻസ് അഥവാ പ്രിൻസിപ്പൽ ഇൻഫോർമൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹിക നരവംശ ശാസ്ത്രത്തിലെ ഫീൽഡ് വർക്ക് പോലെ തന്നെ സമൂഹ ശാസ്ത്രത്തിലും ഫീൽഡ് വർക്കുകൾ നടത്താറുണ്ട്. In sociology also we are conducting participant observation of field work. So today we are going to learn about the field work in sociology. സാമൂഹിക നരവംശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കിൽ നിന്നും ചെറിയ ചില വ്യത്യാസങ്ങൾ സമൂഹശാസ്ത്ര ഫീൽഡ് വർക്കിൽ ഉണ്ട്. There are differences, but slight small differences are there in the field work that is conducting by the sociologist. രീതി രണ്ടുപേരും ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത്. ഏത് മെത്തേഡ്, എങ്ങനെയാണ് ഫീൽഡ് വർക്ക് നടത്തേണ്ടത് എന്നുള്ളത് രണ്ടുപേരുടെയും സെയിം തന്നെയാണ്. എങ്ങനെ ഫീൽഡ് വർക്ക് നടത്തണം എന്നുള്ളത് രണ്ടു കൂട്ടരുടെയും സെയിം തന്നെയാണ്. ഓക്കെ, സോ സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രപ്പോളജിസ്റ്റ് യൂസ് മോർ ഓർ ലെസ് ദ സെയിം ടെക്നിക്സ് ഇൻ ഫീൽഡ് വർക്ക്. ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ കണ്ടന്റ്. എന്ത് പഠിക്കുന്നു എന്ന കണ്ടന്റ്, വാട്ട് ഈസ് ഡൺ ഡ്യൂറിങ് ദ ഫീൽഡ് വർക്ക് എന്നുള്ളത് സെയിം തന്നെയാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ദർ ആർ ഡിഫറൻസസ് ഇൻ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്, എവിടെയാണത് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ഇൻ ദ എംഫസിസ് ഓൺ റിസർച്ച് ടോപ്പിക്, റിസർച്ച് ടോപ്പിക്കിന് എങ്ങനെ എംഫസിസ് കൊടുക്കണം എന്നുള്ളതും എന്താണ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ സോഷ്യോളജിസ്റ്റ് വുഡ് ലീവ് എമംഗ് എ കമ്മ്യൂണിറ്റി ആൻഡ് ട്രൈ ടു ബിക്കം ആൻ ഇൻസൈഡർ. നേരെ മറിച്ച്
സാമൂഹിക നരവംശാസ്ത്രത്തിൽ നിർബന്ധമായിട്ടും അവരൊപ്പം പോയി താമസിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സാമൂഹിക നരവംശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കിൽ നിർബന്ധമായിട്ടും ആരെക്കുറിച്ചാണോ പഠിക്കുന്നത് അവരൊപ്പം പോയി താമസിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ സോഷ്യോളജിയിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്, അതായത് ഫീൽഡ് കൂടെ താമസിച്ച് തന്നെ പഠനം നടത്തണമോ എന്ന് നിർബന്ധമൊന്നുമില്ല. കൂടുതൽ സമയം ചെലവഴിക്കണം എന്നും ഒരു നിർബന്ധം മാത്രമേ സമൂഹശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കിനുള്ളൂ എന്നുള്ളതാണ്. അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകാം. സാമൂഹിക നരവംശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കിൽ നിന്നും ചെറിയ ചില വ്യത്യാസങ്ങൾ സമൂഹശാസ്ത്ര ഫീൽഡ് വർക്കിൽ ഉണ്ട്. രീതി രണ്ടുപേരും ഒരേപോലെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ നടത്തണം എന്നുള്ളതൊക്കെ ഒരേപോലെ തന്നെയാണ് രണ്ടു കൂട്ടരും നടത്തുന്നത്. ഫീൽഡ് വർക്ക് നടത്തുന്ന പശ്ചാത്തലവും ഗവേഷണ വിഷയങ്ങളിലും വ്യത്യാസമുണ്ട്. അതായത് എവിടെ നടത്തണം എന്നുള്ളത്. സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞന്മാർ കൂടുതലും ഗവേഷണം നടത്തുന്നത് ഗോത്രവിഭാഗക്കാരെ കുറിച്ച് അല്ലെങ്കിൽ പ്രിമിറ്റീവ് കൾച്ചറിനെ കുറിച്ച് ആണ്. അപ്പോൾ ഗോത്രവിഭാഗക്കാരെ കുറിച്ച് സാമൂഹിക നരവംശാസ്ത്രം പഠിക്കുന്നുവെങ്കിൽ സോഷ്യോളജിക്കാർ അങ്ങനെയല്ല. സമൂഹശാസ്ത്രം ഗ്രാമങ്ങളെക്കുറിച്ചും നഗരങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഫീൽഡ് വർക്ക് നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫീൽഡ് വർക്ക് നടത്തുന്ന പശ്ചാത്തലം വ്യത്യാസമാണ്. ഗവേഷണ വിഷയങ്ങളിലും വ്യത്യാസമുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവർ ഫെസ്റ്റിവൽസിനെ കുറിച്ച് പഠിക്കുന്നു, ഫാമിലി റിലേഷൻസിനെ കുറിച്ച് പഠിക്കുന്നു, കുട്ടികളെ എങ്ങനെ വളർത്തുന്നു. ഇതൊക്കെയാണ് സാമൂഹിക നരവംശാസ്ത്രത്തിൽ പഠിക്കുന്നതെങ്കിൽ സോഷ്യോളജിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഗവേഷണ വിഷയങ്ങളാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കാറുണ്ട്. നരവംശാസ്ത്രം ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ആന്ത്രപ്പോളജിസ്റ്റ് സ്റ്റഡി അബൌട്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. വിവരദാതാക്കൾക്ക് ഒപ്പം താമസിച്ച് പഠിക്കുന്നു. ഇൻഫോർമൻസ് ആരൊക്കെയാണോ അവരുടെ കൂടെ പോയി താമസിച്ചാണ് ആര് പഠിക്കുന്നത്? സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ അഥവാ ആന്ത്രപ്പോളജിസ്റ്റുകൾ പഠിക്കുന്നത്. എന്നാൽ സമൂഹശാസ്ത്രത്തിൽ എല്ലാ സമുദായങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. വി ആർ ലേണിംഗ് അബൌട്ട് ഓൾ സൊസൈറ്റി റെസ്പെക്റ്റീവ് ഓഫ് whether they are tribal communities or they belong to village or they belong to the cities. ഓക്കെ, അപ്പം നമ്മൾ ഗ്രാമങ്ങളെക്കുറിച്ചും നഗരങ്ങളെക്കുറിച്ചും അതുപോലെ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചും ഒക്കെ ആര് പഠിക്കുന്നു? സമൂഹശാസ്ത്രം പഠിക്കുന്നുണ്ട്. വിവരദാതാക്കൾക്ക് ഒപ്പം താമസിക്കണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ലീവ് അലോങ് വിത്ത് ദിസ് ഇൻഫോർമൻസ്. ആരെക്കുറിച്ചാണോ പഠിക്കാൻ പോകുന്നത് അവരുടെ ഒപ്പം താമസിക്കണമെന്നാണ് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ അഥവാ സാമൂഹിക നരവംശാസ്ത്രത്തിൽ പറയുന്നതെങ്കിൽ സോഷ്യോളജിയിൽ ഒപ്പം താമസിക്കണമെന്ന് നിർബന്ധം ഇല്ല. എന്ന് വെച്ചിട്ട് ഒപ്പം താമസിച്ച കുഴപ്പമൊന്നും ഇല്ല. കൂടുതൽ സമയം ചെലവാക്കണമെന്നേ ഉള്ളൂ. വി ഹാവ് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് ദി ഇൻഫോർമൻസ് വെൻ യു കണ്ടക്ട് എ സ്റ്റഡി. മനസ്സിലായല്ലോ? ഇനി അപ്പം അത്രയുമാണ് എങ്ങനെയാണ് സമൂഹശാസ്ത്രത്തിൽ സോഷ്യോളജിയിൽ നമ്മൾ ഫീൽഡ് വർക്ക് നടത്തുന്നത് എന്നുള്ളത്. ഇനി നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വേരിയസ് സ്റ്റഡീസ് ദാറ്റ് were conducted in India and you can see 4 examples and in this few are the examples where the researcher resided with the informants and in other few they worked with them but not resided with them. അവരുടെ ഒപ്പം താമസിച്ചില്ല, ജസ്റ്റ് അവരുടെ കൂടെ പോയി ജോലി ചെയ്തു തിരികെ വീട്ടിൽ പോകുന്നു അങ്ങനെ. അപ്പോൾ ഈ 4 പഠനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ 4 പഠനങ്ങളിൽ ചിലതിനകത്ത് ഈ പഠിക്കുന്ന ആള് വിവരം നൽകുന്ന ആളുകളുടെ ഒപ്പം താമസിക്കുന്നു, ചിലതിനകത്ത് അങ്ങനെ താമസിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ദി എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ ഇസ് വില്യം ഫൂട്ട് വൈറ്റ് എന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ ചേരിയിലെ തെരുവ് കുറ്റവാളി സംഘത്തിനൊപ്പം താമസിച്ച് തെരുവ് കുറ്റവാളികൾ താമസിക്കുന്ന ചേരിയിലെ തെരുവ് കുറ്റവാളി സംഘത്തിനൊപ്പം താമസിച്ച് 1.5 വർഷം താമസിക്കുന്നു, കൂടെ പോയി താമസിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഹൗ ദി സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് കണ്ടക്ട് ദ ഫീൽഡ് വർക്ക്. സോ ദിസ് വില്യം ഫൂട്ട് വൈറ്റ്, an American sociologist, lived in the slums of these street gang. He conducted a study. He lived there for 1.5 years and he wrote a book, Street Corner Society. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പുസ്തകം ആരെഴുതി എന്നുള്ളതാണ്. വില്യം ഫൂട്ട് വൈറ്റ് wrote Street Corner Society. This book is written after he conducted a field work in an Italian American slum of a street gang and he wrote a book. He stayed there for 1.5 years and he wrote a book. ഇത് നരവംശാസ്ത്ര ഫീൽഡ് വർക്കുമായിട്ട് സാമ്യമുണ്ട്. കാരണം
ഹി റിസൈഡഡ് വിത്ത് ദം ഫോർ 1.5 years. 1.5 വർഷക്കാലം ഈ കുറ്റവാളികളുടെ ഒപ്പം താമസിച്ചുകൊണ്ടാണ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന പുസ്തകം വില്യം ഫൂട്ട്വൈറ്റ് എഴുതുന്നത്. മനസ്സിലായല്ലോ. ഇനി മൈക്കിൾ ബുരാവോയ് എന്ന് പറയുന്ന അടുത്ത ഒരു സോഷ്യോളജിസ്റ്റ്, മൈക്കിൾ ബുരാവോയ് എന്ത് ചെയ്യുന്നു? അതും ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ്. ഹി ഈസ് ആൾസോ ആൻ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ്. ചിക്കാഗോയിലെ ഒരു ഫാക്ടറിയിൽ മാസങ്ങളോളം പണിയെടുക്കുന്നു. ഒരു ഫാക്ടറിയിലെ ആളുകളെ കുറിച്ച് പഠിക്കാനാണ് പോകുന്നത്, ഫീൽഡ് വർക്ക് നടത്താനാണ് പോകുന്നത്. തൊഴിലാളികളുടെ അനുഭവങ്ങൾ മനസ്സിലാക്കി എഴുതുകയുണ്ടായി. ഇതിലെ ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്നറിയോ? ഇയാൾ അവരുടെ ഒപ്പം പോയിട്ട് അവരിൽ ഒരാളായിട്ട്, ഒരു ജോലിക്കാരനായിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അവരെ കുറിച്ച് പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ മൈക്കിൾ ബുരാവോയ് ചിക്കാഗോയിലെ ഒരു ഫാക്ടറിയിൽ മാസങ്ങളോളം പണിയെടുത്ത് തൊഴിലാളികളുടെ അനുഭവങ്ങൾ മനസ്സിലാക്കി എഴുതുകയുണ്ടായി. ഗ്രാമപഠനങ്ങൾ സമൂഹശാസ്ത്രത്തിന് പ്രധാനമായി എങ്ങനെ എന്നുള്ളതാണ് അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പോൾ അത് 2 ഉദാഹരണങ്ങൾ മനസ്സിലായല്ലോ. ഒരെണ്ണം കംപ്ലീറ്റ്ലി സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞർ ചെയ്യുന്നത് പോലെ ഒപ്പം താമസിക്കുന്നു. രണ്ടാമത്തത് എങ്ങനെയാണ്? അവരുടെ ഒപ്പം ജോലി എടുക്കുകയാണ് ചെയ്തത്, വൈകുന്നേരം വീട്ടിൽ പോകുന്നു, അല്ലേ? അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ മൈക്കിൾ ബുരാവോ കണ്ടക്ടഡ് എ സ്റ്റഡി ഇൻ ചിക്കാഗോ ഫാക്ടറി where he worked with this workers, and he studied he conducted a field work in sociology എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഗ്രാമപഠനങ്ങൾ സമൂഹശാസ്ത്രത്തിന് പ്രധാനമായത് എങ്ങനെ എന്നുള്ളതാണ്. ഗ്രാമപഠനങ്ങൾ, അതായത് സോഷ്യൽ ആന്ത്രോപോളജിയിലൂടെയാണ് ഫീൽഡ് വർക്ക് ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷേ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം വന്നപ്പോൾ നമ്മൾ ഫീൽഡ് വർക്ക് ഗ്രാമങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഉപയോഗിക്കാൻ തുടങ്ങി. വി സ്റ്റാർട്ടഡ് ടു സ്റ്റഡി വില്ലേജസ് യൂസിങ് ദിസ് ഫീൽഡ് വർക്ക് മെത്തേഡ്. അപ്പോൾ എങ്ങനെയാണ് ഗ്രാമപഠനങ്ങൾ, വില്ലേജ് സ്റ്റഡീസ് സമൂഹശാസ്ത്രത്തിന് പ്രധാനമായത് നമുക്ക് നോക്കാം. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ സമൂഹശാസ്ത്രം ഗ്രാമപഠനങ്ങളിലാണ് ഫീൽഡ് വർക്ക് ഉപയോഗിച്ചത്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് started to study villages with the help of this field work, and in 1950s sociology as well as anthropology started to study about villages using this field work method. 1950കളിൽ സമൂഹശാസ്ത്രവും അതുപോലെ തന്നെ നരവംശശാസ്ത്രവും ഗ്രാമങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പഠിക്കുന്നുവെങ്കിലും നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന വിഷയം ശരിക്കും കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ ഒരു ഫീൽഡ് വർക്ക് മിക്കവാറും ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയമുണ്ട്, നരവംശശാസ്ത്രം പഠിക്കുന്നതെല്ലാം പ്രിമിറ്റീവ് കൾച്ചറിനെ കുറിച്ച്, പ്രാകൃത സംസ്കാരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഗോത്ര സംസ്കാരങ്ങളെക്കുറിച്ചാണ് എന്നുള്ള ഒരു ചിന്ത ആരുടെ മനസ്സിലുണ്ട്? ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ ഉണ്ട്. അതുപോലെ തന്നെ നരവംശശാസ്ത്രം എന്ന വിഷയം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതെന്നൊരു ചിന്തയും നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പുറന്തള്ളുന്ന ഒരു മനോഭാവത്തിലാണ് ഈ 1945 നിൽക്കുന്നത്, അല്ലേ? നമ്മൾ ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നരവംശശാസ്ത്രത്തിന് നമ്മളൊരു വിദേശ ഒരു വിഷയം എന്ന രീതിയിലായിരുന്നു ഇന്ത്യയിലുള്ള സോഷ്യോളജിസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനത തന്നെ നോക്കിക്കണ്ടത്. ഓക്കെ, അപ്പോൾ 1950കളിൽ സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും ഗ്രാമങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ബോത്ത് ദി സോഷ്യോളജി ആസ് വെൽ ആസ് ആന്ത്രപ്പോളജി സ്റ്റഡീഡ് അബൌട്ട് വില്ലേജസ്. ആക്ച്വലി ആന്ത്രപ്പോളജിസ്റ്റുകൾ ട്രൈബൽസിനെ കുറിച്ചായിരുന്നു പഠിക്കുന്നത്, പക്ഷേ ഇന്ത്യയിൽ അവർ ഗ്രാമങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. സമൂഹശാസ്ത്രജ്ഞരുടെ ഫീൽഡ് വർക്കിനാണ് ഇന്ത്യയിൽ പ്രാധാന്യം ലഭിച്ചത്. അതിനെന്തായിരിക്കും കാരണം? അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീഡം, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു വിഷയമാണ് നരവംശശാസ്ത്രം എന്നൊരു ചിന്തയുണ്ട്. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര ഇന്ത്യൻ ഗവൺമെൻറ് ഗ്രാമീണ വികസനത്തിനായി ഗ്രാമപഠനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ ഗവൺമെൻറ് they wanted to implement various projects, various developmental programs, and for that they wanted village studies. വില്ലേജിനെ കുറിച്ച് പഠിക്കണം, എങ്കിലേ ഗ്രാമവികസനത്തിനായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ പറ്റുന്നുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളെക്കുറിച്ച് പഠിക്കണം എന്നൊരു ആവശ്യം അവിടെ ഉയർന്നു വരുന്നു. അപ്പോൾ അവിടെ മുന്നോട്ട് വന്നത് സമൂഹശാസ്ത്രജ്ഞരാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും താമസിക്കുന്നത് എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ്. ആൾമോസ്റ്റ് 68% ഓഫ് പീപ്പിൾ ആർ ലിവിങ് ഇൻ വില്ലേജസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഈ 1950s ഏകദേശം 80% ആൾക്കാരും താമസിക്കുന്നത് ഗ്രാമങ്ങളിലായിരുന്നു.
വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരും ഗ്രാമജീവിതത്തിൽ തൽപരരാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ആർ ആൾസോ ഇൻട്രസ്റ്റഡ് ഇൻ studying about village. Many educated Indians felt that disciplines like anthropology carried a colonial bias because they emphasized the non-modern aspects of colonized societies. Even the educated Indians felt that anthropology is a discipline that is contributed by the Britishers, by the colonial rulers. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നു അല്ലേ. ഇന്ത്യയിൽ ഗ്രാമപഠനങ്ങൾ സമൂഹശാസ്ത്രത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് കാരണമായ എന്താണ്? ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർ പോലും എന്ത് ചെയ്യുന്നു? ഗ്രാമ ജീവിതത്തിൽ തൽപരരാണ്. ആൻഡ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഡ്യൂറിങ് ദാറ്റ് ടൈം ലീവ്ഡ് ഇൻ വില്ലേജസ്. ആൾമോസ്റ്റ് 80% അന്ന് വില്ലേജുകളിലായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് 68% ആൾക്കാരും എവിടെയാണ്? ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. ഓക്കെ. And studying villages and villagers seemed much more acceptable for the sociologists than the tribal studies. ട്രൈബൽ സ്റ്റഡീസിനെക്കാട്ടിയും കൂടുതൽ സോഷ്യോളജിസ്റ്റുകൾക്ക് പഠിക്കുവാൻ ഇഷ്ടം ഗ്രാമങ്ങളെക്കുറിച്ചുമായിരുന്നു. ഒപ്പം ഇന്ത്യയുടെ ഗ്രാമീണ വികസനത്തിനായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ഗ്രാമ പഠനങ്ങളുടെ പ്രാധാന്യം കൂട്ടി. For implementing various developmental programs, we need to study about Indian villages, and for that the educated Indians also were interested in these village studies, and they supported the sociologists for village studies. Okay, ഇനി അതൊരു ക്വസ്റ്റ്യൻ. അടുത്ത, നരവംശാസ്ത്രജ്ഞരുടെ പഠനം മറ്റൊരു രീതിയിലാണ് സമൂഹം കണ്ടത്. കാരണമെന്ന് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിന് കാരണം എന്താണ്? നരവംശാസ്ത്രം ഫീൽഡ് വർക്കിനും പ്രാകൃത സമുദായങ്ങൾക്കും അമിത പ്രാധാന്യം നൽകുന്നു. ആന്ത്രപ്പോളജി ഈസ് ഗിവിംഗ് undue importance to field work as well as for primitive culture, tribal culture. ഒരു പോയിന്റ്. രണ്ടെന്ന് പറയുന്നത്, നരവംശാസ്ത്രത്തിന് ഒരു കൊളോണിയൽ ചായവുണ്ടെന്ന് വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാർ കരുതുന്നു. ദർ ഈസ് എ കൊളോണിയൽ എലിമെന്റ് ഇൻ ആന്ത്രപ്പോളജി. കൊളോണിയൽ കാലത്താണ് ആ വിഷയം ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിനൊരു കൊളോണിയൽ ചായവുണ്ട് എന്ന് വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാർ കരുതുന്നു. ഇത് വിഷയത്തെ അവഗണിക്കുവാനായിട്ട് കാരണമായി. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ഹാഡ് മെനി വില്ലേജ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ആൻഡ് for implementing those rural development programs we need to study villages, and majority of the people in India that time lived in villages. 80% ഉള്ള ആൾക്കാർ താമസിച്ചിരുന്നത് വില്ലേജുകളിലാണ്. അപ്പോൾ we have to study about the villages. At the same time, this anthropology is giving undue importance to field work and primitive culture. അപ്പോൾ ഈ സമയത്ത് നരവംശാസ്ത്രം അമിതമായിട്ട് ഫീൽഡ് വർക്കിനും പ്രാകൃത സമുദായങ്ങൾക്കും അമിത പ്രാധാന്യം നൽകുന്നു. മനസ്സിലായല്ലോ? അതുപോലെ നരവംശാസ്ത്രത്തിന് കൊളോണിയൽ ചായവുണ്ടെന്നുള്ള നമ്മുടെ ഒരു വിശ്വാസവും നമ്മൾ ഈ ഒരു വിഷയത്തിനെ അവഗണിക്കുവാനായിട്ട് കാരണമാകുന്നു. അത്രയാണ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് ഗ്രാമ പഠനങ്ങൾ നടത്തുന്നതിനുള്ള വ്യത്യസ്ത ശൈലികൾ, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഡൂയിങ് വില്ലേജ് സ്റ്റഡീസ് എന്നുള്ളതാണ്. ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് 5 examples ഓഫ് ഡിഫറെൻറ്റ് സ്റ്റഡീസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഡൂയിങ് വില്ലേജ് സ്റ്റഡീസ് എന്നുള്ളതാണ്. ഇത് നല്ല രസമാണ്. ഓക്കെ. ഇത് ചിലപ്പോൾ ഒരു 6 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ പേജിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ആന്ത്രപ്പോളജിയെ പോലെ തന്നെ സോഷ്യോളജിയിൽ അവരുടെ ഒപ്പം താമസിച്ചുകൊണ്ടും സ്റ്റഡി നടത്താൻ പറ്റും, അല്ലാതെയും സ്റ്റഡി നടത്താൻ പറ്റും എന്നതിന് 2 ഉദാഹരണം. ഫസ്റ്റ് എക്സാമ്പിൾ വാസ് അബൌട്ട് വില്യം ഫൂട്ട് വൈറ്റ്. ഹി റോട്ട് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. ആൻഡ് സെക്കൻഡ് ഈസ് അബൌട്ട് ദി സ്റ്റഡി ഓഫ് മൈക്കിൾ ബുരാവെ. ഹി കണ്ടക്റ്റഡ് എ സ്റ്റഡി ഇൻ ദി സ്ലംസ്, ഇറ്റാലിയൻ അമേരിക്കൻ സ്ലമ്മിൽ ഒരു പഠനം നടത്തുന്നു. ഓക്കെ. ഇനി 1950s-കളിലും 60s-കളിലും സോഷ്യോളജി ഒരു പ്രധാന വിഷയമായി ഗ്രാമപഠനം മാറി. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു, ഡ്യൂറിങ് 1950s and 60s ദി വില്ലേജ് സ്റ്റഡീസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് വില്ലേജ് സ്റ്റഡീസ് മാറുന്നു. ഇനി ഇതിന് വളരെ കാലം മുമ്പ്, ഈ 50s-നും 60s-നും മുമ്പ് തന്നെ വില്യം വൈസർ, ഷാർലറ്റ് വൈസർ എന്നിങ്ങനെയുള്ള 2 മിഷണറി ദമ്പതിമാർ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ 5 വർഷം താമസിച്ച് മൺചുമരുകൾക്ക് പിന്നിൽ എന്ന പുസ്തകം എഴുതുന്നു. സോ ബിഫോർ ദീസ് 1950s and 60s there was a famous village study conducted by William Weiser and Charlotte Weiser. Both arrived India for missionary aims. Christianity spread ചെയ്യുന്നതിന് വേണ്ടി മിഷണറി കപ്പിളാണ്. ആൻഡ് ദേ ലിവ്ഡ് ഇൻ എ വില്ലേജ് ഇൻ ഉത്തർപ്രദേശ്
for 5 years. 5 വർഷക്കാലം അവർ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നു. ആൻഡ് ദേ റോട്ട് എ വെൽ നോൺ വില്ലേജ് സ്റ്റഡി, മൺചുവരുകൾക്ക് പിന്നിൽ, ബിഹൈൻഡ് ദ മഡ് വാൾസ്. ദിസ് നെയിം ഓഫ് ദ ബുക്ക് ആൻഡ് ദ പീപ്പിൾ ഹു കണ്ടക്റ്റഡ് സ്റ്റഡി, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, then they wrote this book as a part of their missionary work. But before that, William Weiser was a sociologist who had already written a book on judgmony system. ജഡ്ജ്മനി സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ജഡ്ജ്മനി സിസ്റ്റം. അപ്പോൾ ഈ സമ്പ്രദായത്തിനെ കുറിച്ച് വില്യം വൈസർ നേരത്തെ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ജഡ്ജ്മനി സിസ്റ്റം ഈസ് എ സിസ്റ്റം ജസ്റ്റ് ലൈക്ക് കാസ്റ്റ് സിസ്റ്റം പോലെ ഉള്ള ഒരു എന്താ പറയുക, ഒരു യജമാനനും ഒരു ജോലിക്കാരനും തമ്മിലുള്ള ബന്ധം പറയുന്ന ഒരു സിസ്റ്റമാണ് ജഡ്ജ്മനി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജഡ്ജ്മനി സിസ്റ്റത്തിനെ കുറിച്ച് വില്യം വൈസർ ആൾറെഡി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 1950s-ലും 60s-ലും സോഷ്യോളജിയുടെ പ്രധാന വിഷയമായി ഗ്രാമപഠനം മാറുന്നു. വില്ലേജ് സ്റ്റഡീസ് ബിക്കെയിം എ മേജർ സബ്ജക്റ്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഡ്യൂറിങ് 1950s ആൻഡ് 60s. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, വളരെ കാലം മുമ്പ് തന്നെ വില്യം വൈസറും ഷാർലറ്റ് വൈസറും ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ 5 വർഷം താമസിച്ച് മൺചുമരുകൾക്ക് പിന്നിൽ എന്ന പുസ്തകം എഴുതി. അപ്പോൾ ബട്ട് ലോങ് ബിഫോർ ദിസ്, a famous village study was conducted by William Weiser and Charlotte Weiser. Both are missionary couples and they lived in a village in UP for 5 years and wrote a well-known book, Behind Mud Walls. And the same person, the William Weiser, he was a sociologist who already conducted a study and wrote a book on judgmony system. ഇനി 1950s-കളിൽ ഫീൽഡ് വർക്ക് സോഷ്യോളജിയുടെ അവിഭാജ്യ ഘടകമായി മാറുന്നു. ഡ്യൂറിങ് 1950s, വില്ലേജ് സ്റ്റഡീസ് became a very important aspect of സോഷ്യോളജി. സോഷ്യോളജിയിലെ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഫീൽഡ് വർക്ക് തന്നെ വേണമെന്നൊരു രീതിയിലേക്ക് 1950s മാറുന്നു. M.N. Srinivasan, who is a famous sociologist, South Indian sociologist, conducted a study in Mysore, Rampura village, where he stayed with them for long time and he wrote a book, Remembered Village. Remembered Village എന്ന് പറയുന്ന ഒരു പുസ്തകം ആരെഴുതുന്നു? M.N. Srinivasan. He conducted a study in a village named Rampura. The name of the village is an imaginary name. It is not a real name of the village. It is a imaginary name, Rampura. ഓക്കെ, സോ 1950-കളിൽ ഫീൽഡ് വർക്ക് സോഷ്യോളജിയുടെ അവിഭാജ്യ ഘടകമായി മാറുന്നു. M.N. ശ്രീനിവാസൻ മൈസൂറിലെ രാംപുര എന്ന ഗ്രാമത്തിൽ താമസിച്ച് ഫീൽഡ് വർക്ക് നടത്തുന്നു. എന്നിട്ട് അദ്ദേഹം റിമെമ്പേർഡ് വില്ലേജ് എന്ന പുസ്തകം എഴുതുന്നു. പഠന സമയത്ത് എഴുതി വെച്ച കുറിപ്പുകൾ തീ പിടിച്ച് നശിച്ചപ്പോൾ ഓർമ്മയിൽ നിന്നും ഓർത്തെടുത്ത് എഴുതിയതാണ് ഈ പുസ്തകം. അതുകൊണ്ടാണ് അതിന് റിമെമ്പേർഡ് വില്ലേജ് എന്ന് അദ്ദേഹം പേര് നൽകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ആന്ത്രപ്പോളജിയിൽ ഫീൽഡ് വർക്ക് നടത്തുമ്പോൾ കുറിപ്പുകൾ എഴുതി വെക്കണം, അന്നുള്ള കുറിപ്പുകൾ എഴുതി വെക്കണം അല്ലേ. അപ്പോൾ M.N. ശ്രീനിവാസൻ പഠന സമയത്ത് ആ ഗ്രാമപ്രദേശത്ത് പോയി താമസിച്ച് ഫീൽഡ് വർക്ക് നടത്തുമ്പോൾ കാര്യങ്ങളൊക്കെ എഴുതി ഒരു ഡയറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയറി ഇങ്ങനെ പഠനം നടത്തുന്ന സമയത്ത് ഒരു കുടിലിൽ തീ പിടിച്ച്, മണ്ണെണ്ണ മറ്റോ ചരിഞ്ഞ് തീ പിടിച്ചിട്ട് ഈ കുറിപ്പ് എഴുതി വെച്ച പുസ്തകം നശിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഈ ഒരു രാംപുര വില്ലേജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുന്നത്. അങ്ങനെ അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ പേര് റിമെമ്പേർഡ് വില്ലേജ് എന്ന് ആക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അത് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തത് 1950-ലെ മറ്റൊരു ഗ്രാമപഠനമാണ് S.C. ദുബൈയുടെ ഇന്ത്യൻ വില്ലേജ് എന്ന് പറയുന്നത്. M.N. ശ്രീനിവാസന്റെ റിമെമ്പേർഡ് വില്ലേജ് ആണെങ്കിൽ S.C. ദുബൈയുടേത് ഇന്ത്യൻ വില്ലേജ് ആണ്. മാറിപ്പോരുത് കേട്ടോ, ഇതെല്ലാം ചെറിയ മാർക്കിനും മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ 1950s S.C. Dubey conducted a study and he wrote a book, Indian Village. S.C. Dubey wrote Indian Village, M.N. Srinivasan wrote Remembered Village. Okay, and this S.C. Dubey was a social anthropologist who was working in Osmania University, and he was a member of a multidisciplinary team that studied a village called Sharmipat near Secunderabad. ഷമീർപെറ്റ് എന്ന് പറയുന്ന സെക്കന്ദരാബാദിലെ ഒരു ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തെ പറ്റി പഠിക്കാൻ വന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി സംഘത്തിന്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങൾ, അതായത് സൈക്കോളജിസ്റ്റുകൾ കാണും, ഭാഷാ പണ്ഡിതന്മാർ കാണും,
സോഷ്യോളജിസ്റ്റുകൾ കാണും, എക്കണോമിസ്റ്റുകളും ഒക്കെയുള്ള മൾട്ടി ഡിസിപ്ലിനറി സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഈ SC ദുബെ. ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഒരു സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഷമീർപെറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനെ കുറിച്ച് പഠിക്കാൻ വന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി സംഘത്തിൽ അദ്ദേഹം അംഗമാകുകയും അദ്ദേഹം പഠിച്ചിട്ട് ഇന്ത്യൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതുകയും ചെയ്യുന്നു. ഈ പുസ്തകങ്ങളുടെ പേരുകൾ, എഴുതിയ ആൾ, ഗ്രാമങ്ങളുടെ പേരെല്ലാം ചെറിയ മാർക്കുകൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 4ാമത്തെ പഠനമാണ് 1950കളിലെ കോർണൽ വില്ലേജ് സ്റ്റഡി പ്രോജക്റ്റ്. കോർണൽ വില്ലേജ് സ്റ്റഡി പ്രോജക്റ്റ് ഓഫ് 1950s. This study is also a village study and was initiated by Cornell University. അതുകൊണ്ടാണ് കോർണൽ വില്ലേജ് സ്റ്റഡി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കോർണൽ സർവകലാശാല, ഇറ്റ്സ് എ ഫോറിൻ യൂണിവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് ആൾസോ എ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി. ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആൾക്കാരുണ്ടായിരുന്നു, ഭാഷാ പണ്ഡിതന്മാർ, മനഃശാസ്ത്രജ്ഞന്മാർ, അതുപോലെ സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞന്മാർ, ഓക്കെ, ലാംഗ്വേജ് എക്സ്പേർട്സ്, സൈക്കോളജിസ്റ്റുകൾ, സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി സംഘമായിരുന്നു ഇത്. ഈ സംഘത്തിൽ അദ്ദേഹം കോർണൽ സർവകലാശാലയുടെ കീഴിലുള്ള ഒരു പഠനം, കോർണൽ വില്ലേജ് സ്റ്റഡി പ്രോജക്റ്റ്, കണ്ടക്റ്റഡ് ഇൻ 1950s. And in this project many Indian scholars were participated, and a group of American anthropologists, psychologists and linguists conducted studies in several villages in the same region of India. ഇത് ഇന്ത്യയിലെ UP-യിലാണ് ഈ ഒരു പഠനം നടത്തുന്നത്. ഓക്കെ, ഉത്തർപ്രദേശിലാണ് ഈ ഒരു പഠനം നടത്തുന്നത്. ശാസ്ത്രജ്ഞന്മാർ അടങ്ങുന്ന വലിയ സംഘമാണ് കിഴക്കൻ ഉത്തർപ്രദേശിലെ നിരവധി ഗ്രാമങ്ങളിൽ പഠനം നടത്തിയത്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? നമ്മൾ ഗ്രാമ പഠനങ്ങൾ നടത്തുന്നതിനുള്ള വ്യത്യസ്ത ശൈലികൾ എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്പർ 5 ഇട്ടിട്ടുണ്ടെങ്കിലും 4 ഗ്രാമ പഠനങ്ങളാണ് പറയുന്നത്. ഒന്ന് വില്യം വൈസറിൻ്റെയും ഷാർലറ്റിൻ്റെയും പഠനം, രണ്ടാമത്തത് MN ശ്രീനിവാസിൻ്റെ റിമംബേർഡ് വില്ലേജ്, മൂന്നാമത്തത് SC ദുബെയുടെ ഇന്ത്യൻ വില്ലേജ്, നാലാമത്തത് കോർണൽ വില്ലേജ് സ്റ്റഡി പ്രോജക്റ്റ്. ഈ 4 പഠനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് 1950സിലും 60സിലും സോഷ്യോളജിയുടെ പ്രധാന വിഷയം ഗ്രാമ പഠനമായി മാറിയെന്നും പിന്നെ നടത്തിയിട്ടുള്ള ഗ്രാമ പഠനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഈ മൺചുമരുകൾക്ക് പിന്നിലെന്നുള്ളത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ആരാണ് എഴുതിയത്? ജഡ്ജ്മെനി സമ്പ്രദായത്തെക്കുറിച്ച് പഠിച്ചത് ആരാണ്? വില്യം വൈസർ. റിമംബേർഡ് വില്ലേജ് പുസ്തകം എഴുതിയത് MN ശ്രീനിവാസൻ. SC ദുബെ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യൻ വില്ലേജ്. അതുപോലെ കോർണൽ വില്ലേജ് സ്റ്റഡി പ്രോജക്റ്റ് എവിടെയായിരുന്നു? കിഴക്കൻ ഉത്തർപ്രദേശിലായിരുന്നു, ഈസ്റ്റേൺ UP-യിലായിരുന്നു. അതിനകത്ത് ഒരുപാട് സ്കോളേഴ്സ് ഉണ്ടായിരുന്നു, ലിംഗ്വിസ്റ്റിക്സ് ആൾക്കാർ, ഭാഷാ പണ്ഡിതന്മാർ, സൈക്കോളജിസ്റ്റുകൾ, സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ഒക്കെ കൂടെ ചേർന്നുള്ളൊരു പഠനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ്. താങ്ക് യു.